ഹായ് നമസ്കാരം ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ സ്റ്റഡി വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ പലരും ആവശ്യപ്പെടാറുള്ള ഒരു കാര്യമാണ് PSC റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമോ. അതായത് ഇടയ്ക്കൊക്കെ ഞാൻ PSC കുറച്ച് ബുക്സിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. അതേപോലെ തന്നെ തുടക്കക്കാരെങ്ങനെ PSC പഠിക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൽ ആൾക്കാർ കമൻറ്റിലൂടെ പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. അതുപോലെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജോലിയോടൊപ്പം തന്നെ PSC പഠിക്കുന്ന അത്തരത്തിലുള്ള വർക്കിംഗ് ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ടൈം ടേബിളൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാമോ എന്നൊക്കെ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ്ലി PSC ബേസ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിത് മെയിനായിട്ട് ഇനി വരാൻ പോകുന്ന ഒരു എക്സാമിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ആ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം. നല്ല ഒരു 10th ലെവൽ എക്സാമാണ്. ഗവൺമെൻറ് സർവീസിലേക്ക് നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അവിടെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് എന്താണ് ഇവിടെയും ആവശ്യം വരുന്നുണ്ടല്ലേ. സിലബസിൽ കുറേ കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ അത്രയും അത്ര ഇലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വേണ്ട എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എങ്കിലും എന്താണ് കുറേ കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ളതൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ഒരു പോസ്റ്റ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബെനഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് സംസാരിക്കാം. ഈ ഒരു പോസ്റ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയുമ്പോൾ നിങ്ങൾക്കിത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നുകൂടെ കൂടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 527/2024 ആണ്. നിങ്ങളെല്ലാവരും തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം അല്ല, പകരം ഇതൊരു ഡിസ്ട്രിക്ട് വൈസുള്ള എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വേക്കൻസി കൂടുതലുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഒറ്റ എക്സാം ആണ് എന്നുള്ളതാണ് അടുത്ത ഏറ്റവും വലിയൊരു പ്രത്യേകത. കഴിഞ്ഞ തവണയൊക്കെ ഇപ്പോൾ ഞാൻ 2021 അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് പ്രിലിംസ് മെയിൻസ് അങ്ങനെയായിരുന്നു. അപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്ത സമയത്ത് എനിക്ക് LD എഴുതാമായിരുന്നു, അതേപോലെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എഴുതാമായിരുന്നു, പിന്നെ ഫീൽഡ് വർക്കർ എഴുതാമായിരുന്നു. ഞാൻ ആ സമയത്തുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ സിമ്പിളായിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞാലും സിമ്പിളാണ്. പക്ഷേ നമ്മൾ പഠനത്തിൽ വരുത്തുന്ന ചില മിസ്റ്റേക്സ് കൊണ്ടാണ് അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് പോകുന്നത്. അപ്പോൾ ആ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നും അതൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം അതാണ് മറ്റൊരു കാര്യം. ഈ തവണ എക്സാം എന്ന് പറയുന്നത് ഒരൊറ്റ എക്സാമാണ്, പ്രിലിംസ് മെയിൻസ് എന്നൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ച് ഈ ഒരൊറ്റ എക്സാം എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ ഒരു സർക്കാർ സർവീസിലേക്ക് കയറാവുന്നതാണ്. ഇനി സാലറിയെ പറ്റി പറയുവാണെങ്കിൽ ബേസിക് സാലറി, ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് 22K ആണ്. എൻ്റെ ഫ്രണ്ട്സിൽ ചിലരൊക്കെ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാനൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് വെച്ചും 22 ആണ് ഇൻഹാൻസ് സാലറി ആയിട്ട് കിട്ടുന്നത്. പിന്നെ എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് സാലറിയിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ആയതുകൊണ്ട് തന്നെ ഇത് മാവേലി സ്റ്റോറിലേക്ക് വരാം, സൂപ്പർ മാർക്കറ്റിലേക്ക് വരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മാവേലി സ്റ്റോറിലാണെങ്കിൽ 24K എടുത്ത് കിട്ടും, സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ഒരു 26K കിട്ടും. ഇത് ബേസിക്കാണ് പറയുന്നത്. അതായത് ഇൻഹാൻഡ് കിട്ടുന്ന ബേസിക് സാലറിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ എടുക്കുന്ന ഡ്യൂട്ടിക്കും ഒക്കെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. സാലറി വൈസ് നോക്കുവാണെങ്കിലും വളരെ നല്ലൊരു പോസ്റ്റാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് സിലബസ്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ 10th ലെവൽ എക്സാമുകളുടെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ LDCയുടെ ഒക്കെ സെയിം സിലബസ് ആണ് ഇതിനുള്ളത്. അതുമാത്രമല്ല, നന്നായിട്ട് റിവിഷൻ ചെയ്ത് നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു എക്സാമിനെ പറ്റി നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെ പഠിച്ചെടുക്കാം, ഈ ഒരു എക്സാം നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെ പഠിക്കാം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു ടൈം ടേബിൾ പോലെ, ഇപ്പം വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ഹസ്ബൻഡ്സ്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഒരു വർക്കിംഗ് ആയിട്ടുള്ള ആളാണ്. ഞാനിപ്പോൾ അങ്ങനെ വർക്കിംഗ് ആയിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ഓക്കെ വീട്ടിൽ പഠിക്കാൻ ഒരു 4-5 മണിക്കൂറൊക്കെ സമയം കിട്ടുന്നവർക്കൊക്കെ ഒരു ടൈം ടേബിൾ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം ടേബിൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സജഷൻ
ഇൻഫർമേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്കത് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എങ്ങനെ ഇത് ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ഏകദേശം ഒരു ഒരു ഓഗസ്റ്റോടൊക്കെ കൂടി എക്സാം എക്സ്പെക്ട് ചെയ്യാമായിരിക്കും. ആദ്യം ഒരു ഘട്ടം മേ ബി ഓഗസ്റ്റിലൊക്കെ നടക്കാം. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ ഇത് എങ്ങനെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം. അതായത് ടൈം ടേബിൾ വെച്ചിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ, അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം. അപ്പോൾ ഇനി അടുത്തത് ഇത് എങ്ങനെ പഠിക്കാം. അതിനായിട്ട് ഞാൻ 5 പോയിന്റ്സ് അല്ലെങ്കിൽ 5 ടിപ്സാണ് പറയുന്നത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അതായത് ഡെയിലി ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സിലബസിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. എല്ലാ എക്സാം പഠിക്കുമ്പോഴും, ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ഡിഗ്രി ആയിക്കോട്ടെ, MSc ആയിക്കോട്ടെ, എന്ത് പഠിക്കുന്ന സമയത്ത്, ഞാനിപ്പം കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഏത് സെമ്മ് ഞാൻ പഠിപ്പിച്ചാലും അവരോട് ഞാൻ പറയും, നിങ്ങളുടെ കയ്യിൽ സിലബസ് വേണം. സിലബസ് ഉണ്ടെങ്കിൽ ആ സിലബസിൽ ഏതൊക്കെ പോർഷൻസ് ഉണ്ട്, അതിലേതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ നോക്കി വേണം നമ്മൾ പഠിക്കാൻ. അതാവുമ്പോൾ നമുക്ക് എക്സാം വരുന്ന സമയത്ത്, സെം എക്സാം ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഓർഡേർഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കയ്യിൽ നോട്ടും എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. പക്ഷെ സിലബസ് വെറുതെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പഠിച്ചിട്ട് പോയാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എക്സാം എഴുതാൻ പോയിരിക്കുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ സിലബസിൻ്റെ, നമ്മുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ സിലബസിൻ്റെ കോപ്പി എടുത്ത്, ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കൈവശം വെക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 രൂപ, അല്ലെങ്കിൽ 15-20 രൂപ ആകുമായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ആ ഒരു കോപ്പി നിങ്ങൾ എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്നിട്ട് എന്ത് ചെയ്യുക, സിലബസിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി പഠിക്കുക. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി എങ്ങനെ പഠിക്കണം എന്നൊക്കെ മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് മാർക്ക് കൂടുതൽ, ഇപ്പോൾ കൂടുതൽ മാർക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ 5 മാർക്കായിരിക്കും. 5 മാർക്കും, എന്നാൽ അതിനകത്ത് പഠിക്കാനുള്ള കണ്ടൻറ്റ് കുറവായിട്ടുള്ള ടോപ്പിക്കുകൾ വേണം ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിലബസ് നോക്കി കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. 2021 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് 20 മാർക്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ തവണത്തെ സിലബസ് നമ്മുടെ PSC തന്നിരിക്കുന്നത് LDCയുടെ സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്കറിയാം ബയോളജി 6 മാർക്കുണ്ട്. ബയോളജി 6 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് SCRT, കംപ്ലീറ്റ്ലി SCRT മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി, ആ 6 മാർക്ക് നമുക്ക് കിട്ടും അല്ലേ. പിന്നെ അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ഇക്കണോമിക്സ് 5 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്. അപ്പോൾ ഇതെല്ലാം ആദ്യം പഠിച്ചു തീർക്കണം. അപ്പോൾ GK ടോപ്പിക്സിന് കൂടുതലും SCRT പാഠപുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക. SCRT പാഠപുസ്തകത്തിൽ നിന്നാണ് PSC ഇപ്പം എല്ലാത്തിലും തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, ഒരു 10th ലെവൽ വരെയുള്ള എക്സാമുകളിൽ. +2 ലെവലിലേക്കും ഡിഗ്രി ലെവലിലേക്കൊക്കെ പോയ NCERTയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള, അതായത് 50 മാർക്കിന് ബാക്കി കറണ്ട് അഫെയർസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ പഠിക്കണമെങ്കിലും ബാക്കി വരുന്ന സാമൂഹ്യശാസ്ത്രം അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിൽ വരുന്ന ടോപ്പിക്സുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇക്കണോമിക്സ് ഒക്കെ നമ്മൾ SCRT, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിക്കൊക്കെ, സയൻസിനൊക്കെ SCRT മതി. പിന്നെ സുപ്രധാന നിയമങ്ങൾ SCRTയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് എക്സ്ട്രാ റെഫറൻസ് എന്നുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ SCRT എന്ന് പറയുന്നത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ എളുപ്പമുള്ളതുമാണ് അല്ലേ. നമുക്കൊരു വേറൊരാളുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ പോലും നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് സിലബസിനെ പറ്റി മൊത്തത്തിലൊന്ന് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്കല്ലേ, രണ്ടാമത്തെ ടിപ്പിലേക്ക് വരാം. അതെന്താണ്, SCRT പുസ്തകങ്ങൾ എന്നുള്ളതാണ് രണ്ടാമത്തെ ടിപ്പ്. അതായത് SCRT പാഠപുസ്തകങ്ങൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മുടെ PSC പരീക്ഷയിലുണ്ട്. SCRTയിൽ പറഞ്ഞിരിക്കുന്ന അതേ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പലപ്പോഴും PSC സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഞാൻ നമ്മുടെ PSC ക്ലൈംബർ എന്ന് പറയുന്ന ചാനലിന് മുമ്പൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ, പുതിയ പുസ്തകത്തിൽ നിന്ന് PSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഏറ്റവും കൂടുതൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്നത് പുതിയ SCRT പാഠപുസ്തകത്തിൽ നിന്നാണ്. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, 5, 7, 9 ഈ 3 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് 9ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും ഒക്കെ പാഠപുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ പഴയ പുസ്തകങ്ങൾ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ പഴയതും പുതിയതുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ ചെറിയ കോണ്ടന്റുകളിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ പുതിയത് പഠിച്ചു വെച്ചാൽ പഴയതിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പുതിയതും ഉണ്ട്. പിന്നെ പുതിയതിൽ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടിയേ വരുന്നുള്ളൂ. സോ രണ്ടാമത്തെ പോയിന്റ്, SCRT പാഠപുസ്തകങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മുമ്പ് ഞാൻ എൻ്റെ പല വ്ലോഗുകളിലും
ചില ആപ്പുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ കയ്യിൽ പാഠപുസ്തകം ഉണ്ട്, ആ രീതിയിൽ പഠിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ റാങ്ക് മേക്കർ വിദ്യാലയം പോലെയുള്ള അങ്ങനെ SCERT ക്യാപ്സ്യൂൾ പോലെ നോട്ട് കിട്ടുന്നത് പഠിക്കാം. പക്ഷെ അതിലൊക്കെ നല്ലത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, നിങ്ങളൊരു PDF, ഇനിയിപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു PDF നോക്കി കറക്റ്റായിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വായിച്ചതിൽ പോയിൻറ്റ്സ് എഴുതി വെക്കുക. നിങ്ങൾക്ക് തന്നെ ഒരു നോട്ട് ഉണ്ടാക്കിയെടുക്കുക. കേരള ബോർഡ് ടെക്സ്റ്റ് ബുക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകളുണ്ട്. അതിൽ കറക്റ്റ് ഓർഡറിൽ, അതായത് 5ാം ക്ലാസ് മുതലുള്ള പാഠപുസ്തകങ്ങൾ, 5 മുതൽ +2 വരെയുള്ള പാഠപുസ്തകങ്ങളുണ്ട്. മലയാളം വേർഷനും ഉണ്ട്, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പറയും ഇനി SCERT പാഠപുസ്തകം നിങ്ങൾ പഴയത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് പഠിച്ചാലും മതി. പക്ഷേ പുതിയത് കിട്ടാനുള്ള സാധ്യത കുറവാണല്ലോ. കാരണം ഇപ്പോൾ പാഠപുസ്തകം മാറിയത് കൊണ്ട് തന്നെ അത് നമുക്ക് പിന്നെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിലല്ലേ അതുള്ളൂ. ഓക്കെ, അപ്പം അതാണ് 2ാമത്തെ പോയിന്റ്. ഇനി 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും എൻ്റെ പല വ്ളോഗിലും ഒക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നതിൽ സത്യം പറഞ്ഞാൽ ഒരു കാര്യവുമില്ല നമ്മളത് റിവൈസ് ചെയ്യാതിരുന്നെങ്കിൽ. നമ്മൾ ഒരു ചെറിയ ടോപ്പിക്കേ പഠിച്ചിട്ടുള്ളെങ്കിലും അത് പിറ്റേ ദിവസം റിവൈസ് ചെയ്തിട്ട് മാത്രം പുതിയ ടോപ്പിക്കിലേക്ക് പോവുക. ചിലപ്പോൾ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് ആകെ കൺഫ്യൂഷൻ ആവും. സോ 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക. റിവിഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സമയവും വേസ്റ്റ് അല്ല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ എങ്ങനെ റിവൈസ് ചെയ്യണം, ആക്റ്റീവ് റീകോൾ എന്താണ് എന്നൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇനി 4ാമത്തെ ഒരു പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇപ്പോൾ നടക്കുന്ന എക്സാമുകളിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും, നമുക്കൊരു നല്ല പ്രാക്ടീസ് ഇല്ലാതെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് എത്താം. നമ്മൾ പഠിച്ചതായിരിക്കും, നമ്മൾ പഠിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും ആ എക്സാം ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതെന്താണ്, നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാഞ്ഞിട്ടാണ്. സോ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ധാരാളം ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ UPSC ലെവലുള്ള എക്സാം, ഈ UPSC നേടിയവരുടെ ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കൂ, അല്ലെങ്കിൽ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻ്റർവ്യൂ നോക്കൂ. അവർ ഡെയിലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. പഠിക്കുന്നതിനോടൊപ്പം, അല്ലെ പഠിക്കുന്നതിനും റിവിഷൻ ചെയ്യുന്നതിനോടൊപ്പം അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് ധാരാളം വർക്കൗട്ട് ചെയ്യാന്ന്. അപ്പം നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്, എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടും? നമുക്കിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ടോപ്പിക്സിൽ നമുക്ക് തന്നെ ഇരുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്താണ്, കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ. അതേപോലെ നമ്മൾ മുമ്പ് നമ്മുടെ PSC ക്ലൈംബർ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു SCERT സീരീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ ദിവസം SCERT ടോപ്പിക്സുകൾ വീഡിയോ ആയിട്ട് ക്ലാസ് കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ ടെലിഗ്രാം പോളിലൂടെ ആ ഒരു പഠിച്ച ചാപ്റ്ററിൻ്റെ ഒരു പോൾ ക്വസ്റ്റ്യൻസ് കൊടുക്കുമായിരുന്നു. ചിലപ്പോൾ ഒരു 20-25 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ എല്ലാ കുട്ടികളും വളരെ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു കാര്യമാണ് അത്. ഞാനത് നിർത്തിയ സമയത്ത് പിള്ളേരെല്ലാവരും പറഞ്ഞു വീണ്ടും അതൊന്ന് തുടങ്ങുമോ എന്നുള്ള രീതി, കാരണം അത്രയും യൂസ്ഫുൾ ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ ഫുൾ നമ്മൾ രാവിലെ ഇരുന്ന് പഠിച്ചിട്ടും ചിലപ്പോൾ രാത്രിയിലെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും ഓക്കെ നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറേ നമുക്ക് മാറിപ്പോകുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, ഡെയിലി എക്സാംസ് എഴുതുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ അപ്ഗ്രേഡ് PSC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, അവർക്ക് ടെലിഗ്രാം ചാനലൊക്കെ ഉണ്ട്, നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും, നമ്മുടെ യൂട്യൂബിലൊക്കെ അത് കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ടെസ്റ്റ് സീരീസ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് 2021 ഈ എക്സാമൊക്കെ എഴുതിയ സമയത്ത് എനിക്ക് എപ്പോഴും എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് തോന്നിയ കാര്യം ഇത് തന്നെയാണ്. ഞാൻ ടെസ്റ്റ് സീരീസുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. സിലബസ് കംപ്ലീറ്റ് ചെയ്യും, സിലബസ് നന്നായിട്ട് പഠിക്കും, പക്ഷേ ക്വസ്റ്റ്യൻസ് അന്നൊന്നും ഇത്രയും ഒരു റിസോഴ്സുകൾ നമുക്കില്ല. അത് മറ്റൊരു കാര്യം. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് PSCയുടെ ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ SCERT പാഠപുസ്തകങ്ങളുടെ ടെസ്റ്റാണ് ഇവരിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഈ വർഷമാണ് ഈ പുതിയ പാഠപുസ്തകം വരുന്നത് കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള ടെസ്റ്റുകൾ ഇപ്പോൾ അത്രയ്ക്കും അവൈലബിൾ അല്ല. അപ്പം നമുക്ക് പഴയതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ ആണെങ്കിലും അല്ലാതെയൊക്കെ അതിൻ്റെ ഇത് കിട്ടും. പക്ഷേ പുതിയത് വെച്ചിട്ടുള്ള, അതും ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട്
ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവർ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 75 SCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളുണ്ട്. പിന്നെ അതുകൂടാണ്ട് ടോപ്പിക് വൈസ് നമ്മുടെ സിലബസിലെ ASMൻ്റെ സിലബസിലെ ഓരോ ടോപ്പിക് എടുത്തിട്ടുള്ള അങ്ങനെ ഏകദേശം 22ഓളം ടോപ്പിക് വൈസ് ടെസ്റ്റുകളുണ്ട്. പിന്നെ അതുകൂടാതെ ഇംഗ്ലീഷിനും മാത്സിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതല്ലാതെ ഏകദേശം 5ഓളം ഫുൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്ര എക്സാമുകളാണ് എഴുതുന്നത് എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇവരുടെ ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കുറേ പ്രത്യേകതകൾ തോന്നിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കൂടുതൽ ആളുകളും ഒന്നില്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിൽ പോകുന്നവർ, അല്ലെങ്കിൽ കൂടുതലും ഓൺലൈൻ കോച്ചിങ് സെൻറ്ററുകളെ അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇപ്പം ഞാനും ഓൺലൈൻ കോച്ചിങ് രംഗത്തുള്ള ഒരാളാണ്. എൻട്രിയിലും അഡ്ഹോക്കിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യം ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊരു ദിവസം ഒരു കുട്ടിക്ക് ടൈം ടേബിൾ പോകുന്നത് ചിലപ്പോൾ ഒരു 6-7 ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു ക്ലാസ്സിൻ്റെ തന്നെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. അല്ല, ഏറ്റവും കുറഞ്ഞതൊരു 30 മിനിറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 5-6 ക്ലാസ്സുകൾ കാണുന്ന ആ ഒരു സമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലാസ് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളത് പഠിക്കുക എന്നല്ല അർത്ഥം, അല്ലേ? നമ്മൾ ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ എഫോർട്ട് എടുത്തിരുന്നാലേ നമ്മളത് പഠിക്കുന്നുള്ളൂ. സോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ക്ലാസ്സുകൾ കണ്ട് നമ്മുടെ സമയം കുറേ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും അത്യാവശ്യമുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, അല്ലേ? അപ്പോൾ അങ്ങനെ അത്യാവശ്യമുള്ള ക്ലാസ്സുകൾ കാണുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ സ്ഥാപനത്തിൽ പോയി പഠിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇവരൊരു ടൈം ടേബിൾ ബേസ്ഡ് ഓരോ ദിവസവും ഇന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ട് ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനാണ് അന്ന് നമുക്ക് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ പഠിച്ചിട്ട് നമ്മൾ ആ ദിവസം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോപ്പർ ഒരു ടൈം ടേബിൾ ഇട്ടാണ് ഇവർ ഈ ടെസ്റ്റ് സീരീസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ മറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വീട്ടമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ, അവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതി കൂടിയാണ്, അല്ലേ? കാരണം ആ ഒരു പാഠം നമുക്ക് സമയം കിട്ടുന്നത് പോലെ പഠിക്കാം. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യൻസ് അന്ന് നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത്, രാത്രിയോ ഒക്കെ നമുക്കത് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആർക്കും ഇത് ഫോളോ ചെയ്യാൻ വളരെ ഈസിയാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു ടൈം ടേബിളിലൂടെയാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ടൈം ടേബിൾ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു 4 ദിവസം കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സിൽ അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് എക്സാം ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്റർ പഠിക്കുന്നു, അന്ന് അതിൻ്റെ എക്സാം വരുന്നു. അങ്ങനെ 1, 2, 3, 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് 5ാമത്തെ ഒരു ദിവസം എക്സാം ഒന്നുമില്ല, ഒരു ഗ്യാപ്പുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 ദിവസം നടത്തിയതിൽ ഏതെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ചാപ്റ്റർ പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഫ്രീ ആയിട്ട് വരുന്ന ദിവസം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏകദേശം 100നോടടുത്ത് അത്രയധികം ടെസ്റ്റുകളാണ്. ആ ഒരു ടെസ്റ്റിൽ തന്നെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകും. പേഴ്സണലി എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഞാനിത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും നിങ്ങളുടെ അടുത്തേക്കും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്ഗ്രേഡ് PSC എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ഇവർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ PDF അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ഇപ്പോൾ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രെൻഡ് ഫോളോ ചെയ്താണ്. നമ്മളിപ്പം ഏത് ഒരു സ്ഥാപനത്തിൽ പഠിക്കുകയാണെങ്കിലും, ഒരു ഓൺലൈൻ കോച്ചിങ് എടുക്കുകയാണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും PSCയുടെ ട്രെൻഡ് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും ഉറപ്പുവരുത്തണം. സോ അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ നമ്മുടെ LDC കഴിഞ്ഞു, പിന്നെ അതേപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, അല്ലേ? ഒന്നെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സിലബസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നന്നായി റിവൈസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. അവർക്കും ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ധാരാളം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, അവർ പ്രോപ്പറായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളവരാണെങ്കിലും
ഈ ഒരു ടെസ്റ്റ് സീരീസ് പോലുള്ളത് ഫോളോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് കിട്ടും. ഇനി പഠിക്കാത്ത പോർഷൻസും SCERT-യിൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളതും അതിൽ ആ SCERT ഓരോ പാഠത്തിലും കൂടുതൽ ചോദ്യം വരാനുള്ള സാധ്യതയുള്ള മേഖല ഏതാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. കാരണം SCERT പഠിക്കാനിരിക്കുന്ന സമയത്ത് പലരും പറയാറുള്ളൊരു കാര്യമാണ് ഏത് ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് ഈ ഒരു ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ മൂന്നാമത് വരുന്ന ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണ് അല്ലേ. അതായത് PSCയിലേക്ക് തുടക്കക്കാരായിട്ട് വരുന്നവർ. ഇപ്പോൾ പലരും നമ്മുടെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ബിഗിനർ ആയിട്ടുള്ളവർ, അതായത് PSCയിൽ ബിഗിനറാണ്, എങ്ങനെ പഠിക്കണമെന്നറിയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കങ്ങനെ എല്ലാ എക്സാമും ചെയ്യാനുള്ള ഒരു സമയം എനിക്ക് കിട്ടാറില്ല. പക്ഷേ ഈ ASM പോലെയുള്ള എക്സാം ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ ഒരു വളരെ ഹോപ്പ് ഉള്ള ഒരു എക്സാമാണ്, അല്ലെങ്കിൽ വളരെ സാധ്യതകളുള്ള ഒരു എക്സാം കൂടിയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കും ഈ ഒരു ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യാം അല്ലേ. അതായത് മുമ്പ് പറഞ്ഞ പോലെ കറക്റ്റായിട്ട് SCERT പഠിക്കുക, പിന്നെ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും തന്നെ എന്താണ് PSC എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ ഇതിൽ ആർക്കെങ്കിലും ഈ ഒരു ടെസ്റ്റ് സീരീസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ധാരാളം ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. SCERT ബേസ്ഡ് അല്ലെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഓരോ ദിവസവും നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ അത് ആ ഒരു എന്താ പറയുക, ഇവാലുവേഷൻ നമുക്കൊരു കോൺഫിഡൻസ് കൂടിയാണ് തരുന്നത് കേട്ടോ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആദ്യം ഒരാഴ്ചയൊക്കെ നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറവൊക്കെ ആയിരിക്കും, നമ്മൾ മറന്നൊക്കെ പോകും. പക്ഷേ പിന്നെ ഈ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നോളും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയാറുള്ള പോലെ PYQ അനാലിസിസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ആകുമ്പോഴത്തേക്കും എന്താ പറയുക, ധാരാളം ക്വസ്റ്റ്യൻസ് ആവും അല്ലേ. അപ്പോൾ ഈ PYQ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഡെയിലി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും PYQ ഡെയിലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീക്ക്ലി ഒരു സൺഡേ കിട്ടുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് PYQ അനാലിസിസ് ആണ് ലാസ്റ്റ് പോയിന്റ്. അപ്പം ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്, പഠിക്കുന്നത് എന്നുള്ള വ്ളോഗുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സോ അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.